മലയാളം എക്സ്ക്ലൂസീവ്. ഭാരത കത്തോലിക്ക സഭയ്ക്ക് വത്തിക്കാന്റെ പുതിയ അംഗീകാരം. ഒരു മലയാളിയെ കൂടി ആഗോള കത്തോലിക്ക സഭയുടെ അൾത്താര വണക്കത്തിന് ഉയർത്തി. ദേവദാസി മദർ ഏലീശ്വയെയാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. 2025 നവംബർ 8 വത്തിക്കാനിൽ മാർപ്പാപ്പ മദർ ഏലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. മാർപ്പാപ്പയുടെ അംഗീകാരം സ്ഥിരീകരിക്കുന്ന കത്ത് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അനിൽ ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. അനിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഭാരതത്തിലെ കത്തോലിക്ക സഭയിലെ ആദ്യ തദ്ദേശീയയായ സന്യാസിനിയാണ് മദർ ഏലീശ്വ. അതായത് ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സന്യാസിനി എന്ന് അവരെ വിശേഷിപ്പിക്കണം. മലയാളിയാണ്, വരാപ്പുഴ അതിരൂപത അംഗമാണ്. ഇത്തരത്തിൽ OCD സന്യാസിനി സമൂഹത്തിലെ ആദ്യത്തെ സന്യാസിനി സമൂഹം തന്നെ സ്ഥാപിച്ചതും ഈ മദറാണ്. ഈ ആളെയാണ് ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക്, അതായത് കത്തോലിക്ക സഭയിലെ വിശുദ്ധർ എന്നതാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും ഉയർന്ന അംഗീകരിക്കപ്പെടുന്ന തലം. ആ തലത്തിന് തൊട്ടു താഴെയുള്ള പദവിയാണ് വാഴ്ത്തപ്പെട്ടവർ എന്ന ഗണം. ഈ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരാൾ അൾത്താര വണക്കത്തിന്, അതായത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനകൾക്ക് യോഗ്യയാണ്. മദർ ഏലീശ്വയുടെ പേരിൽ ഇനി കത്തോലിക്ക സഭയിൽ എവിടെ വേണമെങ്കിലും പള്ളികൾ പണിയാം, ഒപ്പം പ്രാർത്ഥനകൾ അവിടെ അനുസ്മരിക്കാം, ഒപ്പം ഈ മദർ ഏലീശ്വയുടെ തിരുനാളുകൾ പള്ളി തിരുനാളുകളായി ആഘോഷിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അംഗീകാരം കൂടിയാണിത്. മലയാളിയായ ഒരാളെ കൂടി കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ അംഗീകൃത വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നത് ഏറ്റവും വലിയ കാര്യമായാണ് വിശ്വാസികൾ കാണുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ മുമ്പ് സീറോ മലബാർ സഭയിൽ നിന്നായിരുന്നു വിശുദ്ധരുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഴ്ത്തപ്പെട്ടവരുടെയൊക്കെ ഗണത്തിലേക്ക് ആളുകളെ ഉയർത്തിയിരുന്നത് കത്തോലിക്ക സഭയിൽ, ഇന്ത്യയിലെ കത്തോലിക്ക സഭയിൽ നിന്ന്. അതിൽ നിന്ന് മാറി ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സന്യാസിനിയെ ലത്തീൻ കത്തോലിക്ക സഭയുടെ, ഭാരതത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ആദ്യത്തെ ആൾ എന്ന് വേണമെങ്കിൽ ഈ മദർ ഏലീശ്വയെ വിശേഷിപ്പിക്കാം. ഇതിനു മുമ്പ് അത്തരത്തിലൊരു വിശേഷണം അർഹിക്കുന്നത് ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലുള്ള ദൈവസഹായം പിള്ള എന്ന വ്യക്തിക്കാണ്. അദ്ദേഹം പക്ഷേ രക്തസാക്ഷികളുടെ ഗണത്തിൽ പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ഇത്തരത്തിൽ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക്, ഭാരതത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായ വിശുദ്ധ പദവിക്ക് തൊട്ടു താഴെയുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ആൾ എന്നുകൂടി മദർ ഏലീശ്വയെ വിശേഷിപ്പിക്കേണ്ടി വരും. 2 മാസങ്ങൾക്ക് ശേഷം നവംബർ 8 ആണ് ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക. ആ പ്രഖ്യാപനം വത്തിക്കാനിൽ മാർപ്പാപ്പ നടത്തും. ഒപ്പം അതേസമയം തന്നെ വരാപ്പുഴ അതിരൂപതയിൽ ഉൾപ്പെട്ട ഭാരതത്തിലെ ദേശീയ കത്തീഡ്രൽ പദവിയിലുള്ള ബസിലിക്ക പദവിയിലുള്ള വല്ലാർപാടം ബസിലിക്കയിൽ വെച്ച് വരാപ്പുഴ അതിരൂപത അധ്യക്ഷനും സമാനമായ സമയത്ത് പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 2 മാസങ്ങൾ കൂടി കാത്തിരിക്കണം ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി വിശ്വാസികളെങ്കിലും. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അവിടെ ഈ ഭാരതത്തിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും അഭിമാനകരമായ ഒരു വിശേഷമാണ് ന്യൂസ് മലയാളം ഇപ്പോൾ നൽകുകയും ചെയ്യുന്നത്. ശരി, ഒരു മലയാളിയെ കൂടി ആഗോള കത്തോലിക്ക സഭയുടെ അൾത്താര വണക്കത്തിന് ഉയർത്തിയിരിക്കുകയാണ്. ദേവദാസി മദർ ഏലീശ്വയാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.